നമസ്കാരം. സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് ഇന്ന് സിനിമാ താരങ്ങളെക്കാളും ജനശ്രദ്ധ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് അതിവ്യാപകമായി തന്നെയാണ് ഒരുപാട് അവസരങ്ങളും തേടി വരുന്നത്. ഇൻഫ്ലുവൻസറായ പലരും പേരും പ്രശസ്തിയും നേടി ആഘോഷങ്ങളാക്കിയും ട്രോളുകളാക്കിയും വിമർശനങ്ങളാക്കിയും ഇവർ നേരിട്ടിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും പ്രശസ്തിയാകാൻ ശ്രമിക്കുന്നതിനെ കൊണ്ട് സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം തേടിയവരുമെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു ഉപയോഗമായി മാറ്റിയിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയും ഒരുപാട് നേടിയ താരമാണ് അനുമോൾ. അനുമോളെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 വിജയി കൂടിയാണ് അനുമോൾ. അനുമോളെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചെറുതും വലുതുമായ വാർത്തകളെ എല്ലാം തന്നെ വളരെ വലിയ രൂപത്തിൽ തന്നെ റീച്ചും വൈറലാകുന്നതും കണ്ടിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൊതിക്കുന്നതാണ് അനുമോളുടെ വിവാഹം എന്നാണ് എന്ന ചോദ്യം പണ്ട് തൊട്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് എൻട്രി പലരും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. ബിഗ് ബോസിലെത്തി ഉയരങ്ങളിൽ കുതിച്ചവരുമുണ്ട്. എന്നാൽ ബിഗ് ബോസ് ആഘോഷമാക്കിയവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ബിഗ് ബോസ് മലയാളം 4ാം സീസണിന്റെ ആഘോഷമായിരുന്നു റോബിന്റെ അദൃശ്യം. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷവും റോബിൻ തരംഗം കുറച്ച് മാസങ്ങൾ നിന്നിരുന്നു. എന്നാൽ ഇന്ന് പഴയ റോബിന്റെ ജനശ്രദ്ധയില്ല. റോബിൻ എവിടെ, എന്തുപറ്റി എന്നെല്ലാം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയങ്ങളും അടുത്തകാലത്ത് റോബിനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. വിവാദങ്ങൾക്ക് ശേഷമാണ് കടക്കാൻ റോബിൻ താല്പര്യപ്പെടുന്നില്ല എന്നും പറഞ്ഞിരുന്നു. റോബിൻ തരംഗം ഏറെക്കുറെ ഇല്ലാതെയായി പോയി. ബിഗ് ബോസ് കഴിഞ്ഞും ആ ഒരു പ്രശസ്തി നിലനിർത്തിയവർ പേളി മാടിയപ്പോഴുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. ഇക്കഴിഞ്ഞ ബിഗ് ബോസ് 7ാം സീസണിന്റെ വിജയ് അനുമോളായിരുന്നു. അനുമോൾ തരംഗം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏറെക്കുറെ ഇല്ലാതെയുമായി എന്ന് പറയാം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു അനുമോൾ ബിഗ് ബോസിന്റെ വിജയിയായത്. ഡിസംബർ മാസത്തിൽ തന്നെ അനുമോളെ കുറിച്ചുള്ള ചർച്ചകൾ കുറഞ്ഞു വന്നു. ഇതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുമുണ്ട്. അനുമോൾക്ക് വേണ്ടി PR ചെയ്തിരുന്ന ആളുമായി അനുമോൾ തെറ്റിപ്പിരിഞ്ഞു. അതോടെ സോഷ്യൽ മീഡിയയിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ അനുമോളിനെ കൊണ്ടും സാധിച്ചില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി തന്നെ വന്നതാണ് മറ്റൊരു കാരണം. ഡിസംബർ 8-നാണ് കേസിൽ നടൻ ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ദിലീപിന്റെയും കേസിന് പുറകെയായി മാറിപ്പോയി. അനുമോൾ ചിത്രത്തിൽ തന്നെ ഇല്ലാതെയായി. അതേസമയം ഉടനെ ഉദ്ഘാടന പരിപാടികളുമായി അനുമോൾ സജീവമായി. ബിഗ് ബോസിലുണ്ടായിരുന്ന മറ്റുള്ള മത്സരാർത്ഥികളും പലരും ജനശ്രദ്ധ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എന്നിരുന്നാലും നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ജനശ്രദ്ധയുടെ അസൂയയോട് നോക്കിക്കാണാൻ മറ്റുള്ളവർക്ക് കണ്ടേ സാധിച്ചുള്ളൂ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. വേണ്ടതും വേണ്ടാത്തതുമായ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ബിഗ് ബോസിൽ നിന്നും സമാധാനമായ പുറത്തു വന്ന രേണുസുതിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ്. ജനശ്രദ്ധ കുറയുമ്പോൾ ഉടനെ രേണുവിന്റെ വീട്, 2ാം വിവാഹത്തെ പറ്റിയുള്ള സാധ്യതകളെല്ലാം തന്നെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വീണ്ടും പൊങ്ങി വരും. രേണു അധികനാൾ ഈ പ്രശസ്തി തുടരില്ല എന്നാണ് പലരും പറയുന്നത്. എന്താണേലും സോഷ്യൽ മീഡിയയിൽ വന്ന മിക്കവരുടെയും അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അനുമോളെ വിവാഹം കാണാൻ വേണ്ടിയാണ് ഇനി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത്. അനുമോളെ വരൻ ആരായിരിക്കുമെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.